ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. 12ാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ VP ജോയി. 12ാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ VP ജോയി അടുത്തിടെ കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. അടുത്തിടെ കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. മഹാസാഗർ എന്ന ആശയവുമായി ലോക പര്യടനം ആരംഭിച്ച നാവികസേനയുടെ പായ്ക്കപ്പൽ INS സുദർശിനി. മഹാസാഗർ എന്ന ആശയവുമായി ലോക പര്യടനം ആരംഭിച്ച നാവികസേനയുടെ പായ്ക്കപ്പൽ INS സുദർശിനി. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം രാജസ്ഥാൻ. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം രാജസ്ഥാൻ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ASC അർജുൻ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ASC അർജുൻ. 2026 ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം സ്പെയിന്. 2026 ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം സ്പെയിന്. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി കേരള AI മിഷൻ KAIM. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി കേരള AI മിഷൻ KAIM. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2026ന്റെ വേദി ബേഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2026ന്റെ വേദി ബേഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദ്. അന്യഗ്രഹങ്ങളെ കണ്ടെത്താൻ നിർമ്മിച്ച നാസയുടെ നിർമ്മിത ബുദ്ധി മോഡൽ എസ്കോമൈനർ ++. അന്യഗ്രഹങ്ങളെ കണ്ടെത്താൻ നിർമ്മിച്ച നാസയുടെ നിർമ്മിത ബുദ്ധി മോഡൽ എസ്കോമൈനർ ++. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനി. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനി. സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അംഗീകാരം. കേരള സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്നാക്കുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3 വ്യവസ്ഥകൾ പ്രകാരം ഇതിനായുള്ള കേരള പേരുമാറ്റ ബില്ല് 2026 രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായത്തിനായി അയക്കും. അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിനു ശേഷമാണ് പുനർനാമകരണത്തിനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയമായ സേവാതീർത്തിൽ നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പേരുമാറ്റം ആവശ്യപ്പെട്ട് 2024 ജൂൺ 24 സംസ്ഥാന നിയമസഭയും പ്രമേയം പാസാക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അംഗീകാരം. കേരള സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്നാക്കുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3 വ്യവസ്ഥകൾ പ്രകാരം ഇതിനായുള്ള കേരള പേരുമാറ്റ ബില്ല് 2026 രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായത്തിനായി അയക്കും. അഭിപ്രായങ്ങൾ സ്വീകരിച്ച ശേഷമാണ് പുനർനാമകരണത്തിനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയമായ സേവാതീർത്തിൽ നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പേരുമാറ്റം ആവശ്യപ്പെട്ട് 2024 ജൂൺ 24 സംസ്ഥാന നിയമസഭയും പ്രമേയം പാസാക്കിയിരുന്നു. പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചാറ്റ് ബോട്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുന്നതിനുമായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം വാട്സപ്പ് അധിഷ്ഠിത ചാറ്റ് ബോട്ട് പുറത്തിറക്കി. പഞ്ചം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്.
നടപടിക്രമങ്ങളുടെ സങ്കീർണത കുറയ്ക്കുക, ഇടനിലക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പ്രാദേശിക ഭാഷകളിൽ തർജ്ജമയ്ക്കായുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ 22 ഇന്ത്യൻ പ്രാദേശിക ഭാഷകൾ ഇതിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചാറ്റ് ബോട്ട്, അതിൻ്റെ പേരെന്താണ്? പഞ്ചം. പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് പഞ്ചം. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാനുമായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം വാട്സപ്പ് അധിഷ്ഠിത ചാറ്റ് ബോട്ട് പുറത്തിറക്കി. പഞ്ചം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങളുടെ സങ്കീർണത കുറയ്ക്കുക, ഇടനിലക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പ്രാദേശിക ഭാഷകളിൽ തർജ്ജമയ്ക്കായുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ 22 ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. AI ഉച്ചകോടി 2026 AI ഇമ്പാക്ട് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്നു. 88 രാജ്യങ്ങൾ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചു. എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും ആനന്ദം, സർവജ്ഞയ ഹിതായ സർവജ്ഞയ സുഖായ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഉച്ചകോടിയിലെ തത്വങ്ങൾ ഔദ്യോഗികമായി രൂപവൽക്കരിച്ചത്. അപ്പോൾ AI ഉച്ചകോടി 2026 AI ഇമ്പാക്ട് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്നു. 88 രാജ്യങ്ങൾ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചു. എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും ആനന്ദം, അതായത് സർവജ്ഞ ഹിതായ സർവജ്ഞ സുഖായ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഉച്ചകോടിയിലെ തത്വങ്ങൾ ഔദ്യോഗികമായി രൂപവൽക്കരിച്ചത്. വിട പറഞ്ഞു പോയവരാരൊക്കെയാണ്? പ്രൊഫസർ TK ഉമ്മൻ, എഴുത്തുകാരനും സാമൂഹിക ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ TK ഉമ്മൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സച്ചാർ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായ ഏക ഇന്ത്യക്കാരനാണ്. 2008 പത്മഭൂഷൺ ലഭിച്ചു. ഗുജറാത്ത് ഹാർമണി പ്രൊജക്ടിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചിരുന്നു. പ്രൊഫസർ TK ഉമ്മൻ, എഴുത്തുകാരനും സാമൂഹിക ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ TK ഉമ്മൻ അന്തരിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സച്ചാർ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അപ്പോൾ സച്ചാർ കമ്മിറ്റി എന്താണ്? എന്തിനെ പറ്റിയുള്ളതായിരുന്നു സച്ചാർ കമ്മിറ്റി? മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു സച്ചാർ കമ്മിറ്റി. ഈ സച്ചാർ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു പ്രൊഫസർ TK ഉമ്മൻ. ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായ ഏക ഇന്ത്യക്കാരനാണ് TK ഉമ്മൻ. ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായ ഏക ഇന്ത്യക്കാരനായിരുന്നു TK ഉമ്മൻ. 2008 പത്മഭൂഷൺ ലഭിച്ചു. ഗുജറാത്ത് ഹാർമണി പ്രൊജക്ടിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയുടെ 78ാമത് കരസേനാ ദിനാഘോഷം 2026 ജനുവരി 15 എവിടെയാണ് നടന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിൽ. ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡേറ്റ സെൻട്രിസിറ്റി എന്നതാണ് 2026 ദിനാഘോഷ പ്രമേയം. 1949 ഫീൽഡ് മാർഷൽ കരിയപ്പ ഇന്ത്യയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റ ദിനത്തെ അനുസ്മരിച്ചാണ് ജനുവരി 15 കരസേന ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ 78ാമത് കരസേനാ ദിനാഘോഷം 2026 ജനുവരി 15 എവിടെയാണ് നടന്നത്? ജയ്പൂരിൽ, രാജസ്ഥാനിലെ ജയ്പൂരിൽ. ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡേറ്റ സെൻട്രിസിറ്റി എന്നതാണ് 2026 ദിനാഘോഷ പ്രമേയം. 1949 ഫീൽഡ് മാർഷൽ കരിയപ്പ ഇന്ത്യയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റ ദിനത്തെ അനുസ്മരിച്ചാണ് ജനുവരി 15 കരസേനാ ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ കരസേനാ ദിനം എന്നാണ് ജനുവരി 15. US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കൽ അടുത്തിടെ നടന്നു. എന്തായിരുന്നു ഇത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയവേ അസുഖം ബാധിച്ച സഞ്ചാരി ഉൾപ്പെടെ 4 പേരെ സുരക്ഷിതമായി ഭൂമിയിലെത്തിച്ചു. 2026 ജനുവരി 14 നിലയത്തിൽ നിന്ന് വേർപെട്ട പേടകം 11 മണിക്കൂർ സഞ്ചരിച്ച് ജനുവരി 15 ശാന്ത സമുദ്രത്തിൽ ഇറങ്ങി. ദൗത്യ കാലാവധി തീരുന്നതിന് 1.5 മാസം നേരത്തെയാണ് ക്രൂ 11 ദൗത്യ സംഘാംഗങ്ങളെ തിരികെ എത്തിച്ചത്. US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കൽ അടുത്തിടെ നടന്നു. എന്തായിരുന്നു ഇത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയവേ അസുഖം ബാധിച്ച സഞ്ചാരി ഉൾപ്പെടെ 4 പേരെ സുരക്ഷിതമായി ഭൂമിയിലെത്തിച്ചു. സംസ്ഥാനത്തെ തടവുകാരിലെ വിദഗ്ധ തൊഴിലാളികളുടെ വേതനം 168 രൂപയിൽ നിന്ന് എത്രയായാണ് അടുത്തിടെ വർദ്ധിപ്പിച്ചത്? 620 രൂപ. ഭാഗിക വൈദഗ്ധ്യമുള്ളവർക്ക് 560 രൂപയും ഒട്ടും
വൈദഗ്ധ്യമില്ലാത്തവർക്ക് 530 രൂപയുമാണ് പുതിയ വേതനം. ഇപ്പോൾ യഥാക്രമം 120, 63 എന്നിങ്ങനെയാണ് നൽകുന്നത്. സംസ്ഥാനത്തെ തടവുകാരിലെ വിദഗ്ധ തൊഴിലാളികളുടെ വേതനം 168 രൂപയിൽ നിന്ന് എത്രയായാണ് അടുത്തിടെ വർദ്ധിപ്പിച്ചത്? 620 രൂപ. ഭാഗിക വൈദഗ്ധ്യമുള്ളവർക്ക് 560 രൂപയും ഒട്ടും വൈദഗ്ധ്യമില്ലാത്തവർക്ക് 530 രൂപയുമാണ് പുതിയ വേതനം. ഇപ്പോൾ യഥാക്രമം 127 രൂപ, 63 രൂപ എന്നിങ്ങനെയാണ് നൽകുന്നത്. 2018 ശേഷം ഇപ്പോഴാണ് വേതനം പുതുക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ശാരദ. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഈ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയും മലയാളിയല്ലാത്ത ആദ്യ വനിതയുമാണ്. 1945 ജൂൺ 25 ആന്ധ്രാപ്രദേശിലെ തെനാലിയിൽ ജനിച്ച സരസ്വതി ദേവി എന്ന ശാരദ 1965 ഇണപ്രാവുകൾ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലെത്തിയത്. തുലാഭാരം, സ്വയംവരം എന്നീ മലയാള ചിത്രങ്ങൾക്ക് പുറമെ നിമഞ്ജന എന്ന തെലുങ്ക് സിനിമയിലൂടെയുമായി 3 പ്രാവശ്യം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി. 125ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ചു. ഭദ്രദീപം, ആരാധന എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ശാരദയ്ക്ക്. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഈ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയും മലയാളിയല്ലാത്ത ആദ്യ വനിതയുമാണ് ശാരദ. അപ്പോൾ 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവാരാണ്? ശാരദ. 1945 ജൂൺ 25 ആന്ധ്രാപ്രദേശിലെ തെനാലിയിൽ ജനിച്ച സരസ്വതി ദേവി എന്ന ശാരദ 1965 ഇണപ്രാവുകൾ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലെത്തിയത്. തുലാഭാരം, സ്വയംവരം എന്നീ മലയാള സിനിമകൾക്ക് പുറമെ നിമഞ്ജന എന്ന തെലുങ്ക് സിനിമയിലൂടെയുമായി 3 പ്രാവശ്യം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി. 125ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ചു. ഭദ്രദീപം, ആരാധന എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു. 2025 സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച സമ്മാനം അടുത്തിടെ ആർക്കാണ് കൈമാറിയത്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. നോബൽ പുരസ്കാരം കൈമാറരുതെന്ന നിയമം നിലനിൽക്കവെയാണ് കൈമാറ്റം. വെനിസുലയുടെ പ്രതിപക്ഷ നേതാവായ മരിയ 11 മാസം രാജ്യത്ത് ഒളിച്ചു കഴിയുകയായിരുന്നു. 2025 സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച സമ്മാനം അടുത്തിടെ ആർക്കാണ് കൈമാറിയത്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. നോബൽ പുരസ്കാരം കൈമാറരുതെന്ന നിയമം നിലനിൽക്കവെയാണ് കൈമാറ്റം. വെനിസുലയുടെ പ്രതിപക്ഷ നേതാവായ മരിയ 11 മാസം രാജ്യത്ത് ഒളിച്ചു കഴിയുകയായിരുന്നു. സംസ്ഥാനത്തെ 4-7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പുതിയ പേര് CM കിഡ്സ് സ്കോളർഷിപ്പ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ജനുവരിയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരങ്ങളും ആരംഭിച്ചിരുന്നു. സംസ്ഥാനത്തെ 4-7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പുതിയ പേര് CM കിഡ്സ് സ്കോളർഷിപ്പ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ജനുവരിയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരങ്ങളും ആരംഭിച്ചിരുന്നു. തൃശ്ശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ റവന്യൂ ജില്ല കണ്ണൂർ. തൃശ്ശൂർ 2ാം സ്ഥാനവും കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. തൃശ്ശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ റവന്യൂ ജില്ല ഏതാണ്? കണ്ണൂർ. തൃശ്ശൂർ 2ാം സ്ഥാനവും കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. US-ൽ അന്തരിച്ച ക്ലോഡറ്റ് കോൾവിൻ ഏത് നിലയിൽ പ്രശസ്തയായ വനിതയാണ്? അമേരിക്കൻ പൗരാവകാശ പോരാളി. അടുത്തിടെ US-ൽ അന്തരിച്ച ക്ലോഡറ്റ് കോൾവിൻ ഏത് നിലയിൽ പ്രശസ്തയായ വനിതയാണ്? അമേരിക്കൻ പൗരാവകാശ പോരാളി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ജനുവരി 14, 16 തീയതികളിലായി നടന്ന സമ്മേളനത്തിൽ 42 കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നായി 61 സ്പീക്കർമാർ, പ്രിസൈഡിംഗ് ഓഫീസർമാർ പങ്കെടുത്തു. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ, പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 28ാമത് സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ മെർക്കോസുർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായാണ് ഈയിടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്? യൂറോപ്യൻ യൂണിയൻ. പരാഗ്വേയുടെ തലസ്ഥാനമായ അസൂൻസിയോനിൽ വെച്ചാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. യൂറോപ്യൻ പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ പ്രാബല്യത്തിൽ വരും. അർജന്റീന, ബ്രസീൽ, പരാഗ്വേ, യുറാഗ്വേ, ബൊളീവിയ എന്നിവയാണ് അംഗങ്ങൾ. കൂട്ടായ്മയിൽ നിന്ന് പുറത്തായ വെനിസുല കരാറിലില്ല. പുതിയ അംഗമായ ബൊളീവിയയും കരാറിന്റെ ഭാഗമല്ല. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ മെർക്കോസുർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായാണ്
ഈയിടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്? യൂറോപ്യൻ യൂണിയൻ. ഇന്ത്യൻ നാവികസേനയുടെ ഏത് പരിശീലന കപ്പലാണ് ജനുവരി 20 ലോക പര്യടനത്തിന് പുറപ്പെട്ടത്? INS സുദർശിനി. ഇന്ത്യൻ നാവികസേനയുടെ ഏത് പരിശീലന കപ്പലാണ് ജനുവരി 20 ലോക പര്യടനത്തിന് ലോകയാൻ 2026 പുറപ്പെട്ടത്? INS സുദർശിനി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 50ാമത് വാർഷിക സമ്മേളനം നടന്നത് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. 2026 ജനുവരി 19 മുതൽ 23 വരെ നടന്ന സമ്മേളനത്തിന്റെ വിഷയം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ്. 130 രാജ്യങ്ങളിൽ നിന്നായി 3000 പ്രതിനിധികൾ പങ്കെടുത്തു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 50ാം വാർഷികം നടന്നത് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. ഇന്ത്യൻ ബാഡ്മിന്റണിലെ ഏത് താരമാണ് ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത്? സൈന നെഹ്വാൾ. ഒളിമ്പിക്സിൽ 2012 ലണ്ടൻ ഇന്ത്യക്കായി ബാഡ്മിന്റൺ മെഡൽ വെങ്കലം നേടിയ ആദ്യ വ്യക്തിയാണ്. അയൺ ബട്ടർഫ്ലൈ എന്ന് വിളിപ്പേരുള്ള സൈന ഹരിയാനയിലെ ഹിസാറിലാണ് ജനിച്ചത്. പ്ലേയിങ് ടു വിൻ മൈ ലൈഫ് ഓൺ ആൻഡ് ഓഫ് കോർട്ട് 2012 ആത്മകഥയാണ്. അപ്പോൾ ഇന്ത്യൻ ബാഡ്മിന്റണിലെ ഏത് താരമാണ് ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത്? സൈന നെഹ്വാൾ. ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ബാഡ്മിന്റൺ മെഡൽ നേടിയ ആദ്യ വ്യക്തിയാണ്. അയൺ ബട്ടർഫ്ലൈ എന്ന് വിളിപ്പേരുള്ള സൈന ഹരിയാനയിലെ ഹിസാറിലാണ് ജനിച്ചത്. പ്ലേയിങ് ടു വിൻ മൈ ലൈഫ് ഓൺ ആൻഡ് ഓഫ് കോർട്ട് 2012 ആത്മകഥയാണ്. കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രിയായ കെ എം മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? കവടിയാർ, തിരുവനന്തപുരം. കേരള മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? കവടിയാർ, തിരുവനന്തപുരത്താണ്. ഇറാൻ പരമോന്നത നേതാവ് ഖമീനി കൊല്ലപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ഖമീനി കൊല്ലപ്പെട്ടു. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടു. ടെഹ്റാനിലെ ഓഫീസ് സമുച്ചയത്തിന് നേരെ ഫെബ്രുവരി 28 വ്യോമാക്രമണം നടന്നത്. പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സാദെ, സേനാ മേധാവി അബ്ദുൾ റഹീം മൗസവി, ഖമീനിയുടെ മകളടക്കമുള്ള കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 1981 മുതൽ 8 വർഷം ഇറാന്റെ പ്രസിഡന്റായിരുന്നു ഖമീനി. 1989 മുതലാണ് പരമോന്നത നേതാവായത്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമീനി കൊല്ലപ്പെട്ടു. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടു. ടെഹ്റാനിലെ ഓഫീസ് സമുച്ചയത്തിനു നേരെ ഫെബ്രുവരി 28 വ്യോമാക്രമണം നടന്നത്. പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സാദെ, സേനാ മേധാവി അബ്ദുൾ റഹീം മൗസവി, ഖമീനിയുടെ മകളടക്കമുള്ള കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 1981 മുതൽ 8 വർഷം ഇറാന്റെ പ്രസിഡന്റായിരുന്നു ഖമീനി. 1989 മുതലാണ് പരമോന്നത നേതാവായത്. അപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ഖമീനി കൊല്ലപ്പെട്ടു. ഡൂംസ്ഡേ ക്ലോക്കിന്റെ സമയം ക്രമീകരിച്ചു. ആണവയുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യർക്ക് തിരിച്ചെടുക്കാനാവാത്ത ദോഷം വരുത്തുന്ന വികസനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീഷണികളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന പ്രതീകാത്മക ഘടികാരമായ ഡൂംസ്ഡേ ക്ലോക്കിന്റെ സമയം അർദ്ധരാത്രിയിൽ 85 സെക്കൻഡ് അകലെയായി പുനഃക്രമീകരിച്ചു. ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഡൂംസ്ഡേ ക്ലോക്ക് അർദ്ധരാത്രിയോട് ഇത്രയധികം അടുക്കുന്നത്. അർദ്ധരാത്രിയോട് അടുക്കുന്നത് ലോകത്തിന് ഭീഷണിയായിട്ടാണെന്ന് കണക്കാക്കുക. 1947 ക്ലോക്ക് അർദ്ധരാത്രിക്ക് 7 മിനിറ്റ് മുമ്പായി സജ്ജീകരിച്ചത്. ഇക്കാലയളവിനുള്ളിൽ 8 തവണ പിന്നോട്ടും 18 തവണ മുന്നോട്ടും ക്രമീകരിച്ചിട്ടുണ്ട്. ഡൂംസ്ഡേ ക്ലോക്ക് സ്വയം ചലിക്കുന്ന ഒന്നല്ല. ലോകത്ത് ഓരോ വർഷവും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആണവ ശാസ്ത്രജ്ഞർ, കാലാവസ്ഥാ വിദഗ്ധർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സമിതി വിഷയങ്ങൾ ചർച്ച ചെയ്താണ് സമയത്തിൽ മാറ്റം വരുത്തുന്നത്. ഡൂംസ്ഡേ ക്ലോക്കിന്റെ സമയം ക്രമീകരിച്ചു. ആണവയുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യർക്ക് തിരിച്ചെടുക്കാനാവാത്ത ദോഷം വരുത്തുന്ന വികസനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീഷണികളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന പ്രതീകാത്മക ഘടികാരമായ ഡൂംസ്ഡേ ക്ലോക്കിന്റെ സമയം അർദ്ധരാത്രിയിലെ 85 സെക്കൻഡ് അകലെയായി പുനഃക്രമീകരിച്ചു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം തുറന്നു. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമായി തിരുവനന്തപുരം അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം. നെയ്യാർ ഡാമിന് സമീപത്തായി താമസിക്കുന്ന 11 ആദിവാസി ഊരുകളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. 253.4 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും പാലത്തിനുണ്ട്. നെയ്യാർ ഡാമിലൂടെ വിനോദസഞ്ചാരികളുമായി പോകുന്ന ബോട്ടുകൾക്ക് സുഗമമായി കടന്നു പോകാനാവുന്ന രീതിയിൽ 12.5 മീറ്റർ ഉയരവും പാലത്തിനുണ്ട്. 18 കോടിയാണ് നിർമ്മാണ ചെലവ്.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം തുറന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? തിരുവനന്തപുരത്തെ അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം കുമ്പിച്ചൽ കടവ് പാലം. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമായി തിരുവനന്തപുരം അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം. അപ്പം കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം കേട്ടോ. നെയ്യാർ ഡാമിന് സമീപത്തായി താമസിക്കുന്ന 11 ആദിവാസി ഊരുകളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. 253.4 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും പാലത്തിനുണ്ട്. നെയ്യാർ ഡാമിലൂടെ വിനോദസഞ്ചാരികളുമായി പോകുന്ന ബോട്ടുകൾക്ക് സുഗമമായി കടന്നു പോകാനാവുന്ന രീതിയിൽ 12.5 മീറ്റർ ഉയരവും പാലത്തിനുണ്ട്. 18 കോടി ആണ് നിർമ്മാണ ചെലവ്. മുനാ ദ്വീപിൽ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. ഇന്തോനേഷ്യയിലെ മുനാ ദ്വീപിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിലാചിത്രങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ഇവയ്ക്ക് ഏകദേശം 67,800 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ചുണ്ണാമ്പുകല്ല് ഗുഹയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ആദ്യകാല മനുഷ്യ കുടിയേറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ നൽകുന്നവയാണ് ഈ ചിത്രങ്ങൾ. ഒരു ചുവരിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചുറ്റും പിഗ്മെന്റ് വിതറിക്കിടക്കുന്ന രീതിയിലാണ് ചിത്രമുള്ളത്. യുറേനിയം സീരീസ് ഡേറ്റിംഗ് ഉപയോഗിച്ചാണ് ചിത്രത്തിന്റെ കാലപ്പഴക്കം നിർണയിച്ചത്. മുനാ ദ്വീപിൽ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. ഇന്തോനേഷ്യയിലെ മുനാ ദ്വീപിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിലാചിത്രങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിക്ക് ഹരിത ട്രിബ്യൂണലിന്റെ അനുമതി. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന് ദേശീയ ഹരിത ട്രിബ്യൂണൽ അനുമതി നൽകി. ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള ഇന്ദിര പോയിന്റിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് പദ്ധതി നടപ്പാക്കുക. അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, സിവിൽ മിലിറ്ററി വിമാനത്താവളം, സംയോജിത ടൗൺഷിപ്മെന്റ് ഉൾപ്പെടുന്നതാണ് പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ. 166 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിക്ക് ഹരിത ട്രിബ്യൂണലിന്റെ അനുമതി ലഭിച്ചു. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന് ദേശീയ ഹരിത ട്രിബ്യൂണൽ അനുമതി നൽകി. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഇന്ദിര പോയിന്റിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിര പോയിന്റിനെയാണ്. അപ്പോൾ അവിടുന്ന് 9 കിലോമീറ്റർ അകലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, സിവിൽ മിലിറ്ററി വിമാനത്താവളം, സംയോജിത ടൗൺഷിപ്മെന്റ് ഉൾപ്പെടുന്നതാണ് പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ. 166 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിലെ 2 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.